ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എവിടെ എത്തിയാലും ടീച്ചറെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ ഓടി വരാൻ സമൂഹത്തിന്റെ ഏത് മേഖലയിലായാലും കുറെ കുട്ടികളെ നമ്മളുടെ ശിഷ്യ സമ്പത്തുകൾ ഉണ്ട്. അത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ, ഭർത്താവ് റിട്ടയറായി. എനിക്ക് 2 കുട്ടികളാണ്, ഒരു മോനും മോളും. അവര് ഇവിടുന്ന് കണ്ണൂരിന്ന് ബിടെക് പഠനത്തിന് ശേഷം ബാംഗ്ലൂരിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. മോന് ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. മോളും ഭർത്താവും അവരുടെ ഫാമിലിയെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അത് ഏറെ സന്തോഷം. ഞങ്ങളുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു, എന്നാലും അമ്മയുടെ റിട്ടയർമെന്റ് അല്ലേ എന്ന് പറഞ്ഞ് അവര് സ്വയം തീരുമാനിച്ച് വന്നതാണ്. മോന് വരാൻ കഴിയില്ല. ഇനിയിപ്പോ എനിക്ക് റിട്ടയർ ആയാലും കുറച്ച് തിരക്കിലേക്ക് പോകും എന്നതുകൊണ്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കും. ഇനി എന്നോടൊപ്പം ഇന്ന് ഇവിടുന്ന് വിരമിക്കുന്ന അധ്യാപകർ ഗീത ടീച്ചർ, ശ്രീലത ടീച്ചർ, അവരെ കുറിച്ച് ഞാൻ നേരത്തെ ഗീത ടീച്ചറെ കുറിച്ച് സൂചിപ്പിച്ചു. എന്റെ അമ്മായിയാണ്. നമ്മൾ ഒരേ പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹം കുറച്ച് കൂടുതലും ഒരു ബഹുമാനം ഒരു ഇച്ചിരി കുറവാണോ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അമ്മായി അമ്മായി എന്നാണ് നമ്മുടെ സബ് ജില്ല മൊത്തം ഗീത ടീച്ചറെ അമ്മായി നമ്മൾ വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ വിളിക്കല്. അതും ഒരു സന്തോഷം തന്നെ. അപ്പോ ശ്രീലത ടീച്ചറെ പറയുകയാണെങ്കിൽ, എന്റെ അമ്മയുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ശ്രീലത ടീച്ചറുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ മാഷ്. അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹം, അടുപ്പം, അത് നമ്മളും പരമാവധി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞെന്തെങ്കിലും